അതുപോലെ തന്നെ രാമായണത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. രാമായണം എന്ന് പറഞ്ഞാൽ എന്താ? രാമനിലേക്കുള്ള യാത്രയാണ്. രാമനിലേക്കുള്ള യാത്ര. ആരാ രാമൻ? രാമൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മർത്യാവതാരമായിക്കൊണ്ട് ഭൂമിയില് എങ്ങനെ വേണം ഒരു മനുഷ്യനായി പിറന്നാൽ, ഏതെല്ലാം ധർമ്മങ്ങളിലൂടെ വേണം ആ ജന്മത്തെ കൊണ്ട് നടക്കാൻ, ഓരോരുത്തരോടും എങ്ങനെ വേണം പെരുമാറാൻ, ധർമ്മത്തിന് അനുസൃതമായിക്കൊണ്ട് അതിനനുഷ്ഠിച്ചുകൊണ്ട് അച്ഛനോട് എങ്ങനെ പെരുമാറണം, അമ്മയോട് എങ്ങനെ പെരുമാറണം, സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, അതുപോലെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, നമ്മളുടെ ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഗുരുക്കന്മാരോട്, കുട്ടികളോട്, വൃദ്ധന്മാരോട്, സ്ത്രീകളോട്, പുരുഷന്മാരോട്, അങ്ങനെയൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെ അവരോട് പെരുമാറണം, അവരെ എങ്ങനെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കണം എന്ന് കാണിച്ചു തരാനാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്. രാമനെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല. രാമനോട് ഇഷ്ടം തോന്നാത്തവരായിട്ട് ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. രാമായണത്തിലൂടെ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. രാമായണത്തിൽ പറയുന്നുണ്ട്, രാമന് ഏറ്റവും ആയിട്ട് ഉണ്ടായിരുന്നത്, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നത് വൃദ്ധന്മാരോടും അതുപോലെ എന്താ പറയാ സജ്ജനങ്ങളോടും ഒക്കെയാണ് അത്ര കൂട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാമന്റെ ഒരു പക്വത എന്താണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് രാമനെ ചേർത്ത് നിർത്തി പറയാൻ പറ്റണത്? രാമന്റെ വിനയം, ആ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആ ഒരു താല്പര്യം, ഇതൊക്കെയാണ് രാമനെ ഇതൊക്കെയാണ് രാമനെ എല്ലാവരോടും അടുപ്പിച്ചത്. രാമൻ ഓരോരുത്തരോടും പെരുമാറുന്ന രീതിയെ കാണാം. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണു. അച്ഛൻ പറയുന്ന വാക്കിനെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോയത്. അതുപോലെ അമ്മമാരെ എങ്ങനെ സ്നേഹിക്കണം, സേവിക്കണം. കൗസല്യ ആണ് അമ്മ. എങ്കിലും ആ കൈകേയിയമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ആ അമ്മയുടെ വാക്കിനെയും സത്യമാക്കുകയല്ലേ ചെയ്തത്? ചിന്തിച്ചു കഴിഞ്ഞാല് ആ അമ്മയോടുള്ള വാത്സല്യം എന്താണ്? സുമിത്രയോടുള്ള സ്നേഹം എന്താണ്? സഹോദരന്മാരെ എത്രമാത്രം സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ടുള്ളത്. അവർക്ക് എന്തുപോലെയാണ് രാമനോടുള്ള ബഹുമാനവും സ്നേഹവും. അതുപോലെയാണ് ഗുരുക്കന്മാര്, പ്രജകള്. വനവാസത്തിന് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് മനുഷ്യരെ മാത്രമല്ലല്ലോ, അവിടെ മുനിമാരും എല്ലാവരും ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും രാമനെ കാണാൻ വേണ്ടിയിട്ട് എവിടെയാണോ തങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് ഭജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതില് അഗസ്ത്യ മഹർഷി ആയാലും അതുപോലെ ഓരോ മഹർഷീശ്വരന്മാരായാലും പറയുന്നുണ്ട്, അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് തിരിച്ച് അവര് അയോധ്യയിലേക്ക് വന്നിട്ടില്ല രാമനെ കാണാൻ. അവരെവിടെയാ ഇരിക്കണേ വെച്ചാ അവിടെ ചെന്ന് അനുഗ്രഹിക്കുകയാണ് രാമൻ ചെയ്തത്. എന്നാൽ മനുഷ്യരോട് മാത്രാണോ? അല്ല, പക്ഷികളോട്, ജടായു പോലുള്ളവരോട് എത്രമാത്രം സ്നേഹത്തോടു കൂടിയിട്ടാ പെരുമാറിയിട്ടുള്ളത്. രാക്ഷസന്മാരോട് അവരുടേതായിട്ടുള്ള പ്രകൃതത്തിനനുസരിച്ചാണ് അവർക്ക് വേണ്ട അനുഗ്രഹം കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഏറ്റവും അധികം കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക വാനര സൈന്യമാണ്, അല്ലേ? ആ കൊരങ്ങന്മാരോട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാവരോടും രാമന് സ്നേഹമായിരുന്നു. അതിലധികം സ്നേഹമായിരുന്നു രാമനെ. രാവണനെ പോലും യുദ്ധത്തിന് ചെന്നപ്പോ രാമൻ ആദ്യം ചെയ്തത് തൻ്റെ കോദണ്ഡമൊക്കെ താഴെ വെച്ച് രാവണനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. രാമൻ ആകെ രാമന് ദേഷ്യം നാട്യം കണ്ടത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ആ സമുദ്രതീരത്ത് സേതു ബന്ധനത്തിന്റെ സമയത്ത് വരുണദേവന്റെ മുന്നിലാണ് ഒരു ക്രോധമുണ്ടായത്. പിന്നെ രാവണവധം കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കണ്ണൊന്ന് ചുമന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കുടുംബസ്ഥനായി കഴിഞ്ഞാൽ എങ്ങനെ വേണം ആ തൻ്റെ ഭാര്യയെ ഏതൊക്കെ തരത്തില് ബഹുമാനിക്കണം, സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം, സംരക്ഷിക്കണം, ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആ രാമനിലേക്ക് രാമായണം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ കഥ തന്നെയാണ്. നമ്മുടെ കഥ തന്നെയാണ്. രാമായണം വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് എൻ്റെ കഥയല്ലേ എന്ന് തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇത് എൻ്റെ അനുഭവമല്ലേ എന്ന് തോന്നാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ആ ഒരു ഭക്തിയുടെ കൂടെ ഉള്ളതാണ് ജ്ഞാനവും വൈരാഗ്യവും. ഭക്തിദേവിയുടെ 2 കൈകളിലും തൂങ്ങി നടക്കുന്ന കുട്ടികളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ. ഭക്തിദേവിയുടെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ, ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ആദ്യമൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇതിലെല്ലാവർക്കും ഉണ്ടാവും അനുഭവങ്ങൾ. കുഞ്ഞുകാലം മുതൽ തന്നെ കാരണന്മാര് കൃഷ്ണകഥകളും രാമകഥകളും ഒക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും നാമം ജപിപ്പിച്ചിട്ടുണ്ടാവും, ഓരോന്നും ചെയ്യിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഭക്തിയുടെ ഒരു ചെറിയൊരു അംശം, ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ പാകുമ്പോൾ അത് കഥകളിലൂടെയാണ് ആദ്യമൊക്കെ കേൾക്കുക. അതിന് രസിച്ചിരിക്കും. അത് കേട്ട് കേട്ട് കുറേ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ ആ കഥകൾക്ക് പിന്നില് എന്താണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കും. ഈ കഥ എന്തിനാണ് പറയണത്, ഈ കഥ എനിക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ നിരർത്ഥകതയെ മനസ്സിലാവുക. അപ്പോഴാണ് സത്യമായിട്ട് ഒന്ന് തന്നെ ഉള്ളൂ. ആ സത്യമായിട്ടുള്ള ഒന്നിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ബാക്കിയെല്ലാം ഇവിടെ വന്നും പോയും ഇരിക്കുന്നതാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾക്ക് ആ വൈരാഗ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾക്ക് രാമായണം വായിച്ചു തുടങ്ങുമ്പോൾ ഭക്തിയിലൂടെ പോവും, കഥകൾ കേട്ട് പോവും. കുറെ കഴിയുമ്പോൾ ആ കഥകളുടെ ഉള്ളിലുള്ള സാരാംശം എന്താണ്, തത്വം എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ പോയി കഴിയുമ്പോൾ കുറെ കഴിഞ്ഞ് അവസാനമാവുമ്പോൾ ആ രാമൻ എന്ന സമുദ്രത്തിലേക്ക് നമ്മള് ഇനി രാമൻ മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ ലയിപ്പിക്കും. അതാണ് രാമായണത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശം. എല്ലാ പുരാണങ്ങൾക്കും ഉണ്ട് ഇതുപോലെയുള്ള ഉദ്ദേശങ്ങൾ. എല്ലാം ഒന്ന് തന്നെയാണ്. പല പല കഥകളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം രാമായണത്തിൽ കാണാം. ഒരു മനുഷ്യന് ഉണ്ടാവുന്നതാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതമാണ് എല്ലാവർക്കും ഉണ്ടാവുക. അത് തന്നെയാണ് ഈ രാമായണത്തിലും കാണിച്ചു തരുന്നത്. ആദ്യം ദശരഥ മഹാരാജാവ് വളരെയധികം എന്താ പറയാ, പ്രജാതൽപരനായിക്കൊണ്ട് മഹാകേമനായിട്ട് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് രാജ്യം വാണിരുന്ന രാജാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുഃഖം മാത്രം ഉണ്ടായി, സന്തതി ഇല്ലാന്ന്. അപ്പോ വസിഷ്ഠ മഹർഷി പോലുള്ള ഗുരുക്കന്മാരുടെ
ഉപദേശപ്രകാരം ഋഷ്യശൃംഖനെ വരുത്തിച്ച് പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന് സന്തതി ഉണ്ടായി, പുത്രന്മാരുണ്ടായി. അപ്പൊ സന്തോഷായി. ആ കുട്ടികള് വലുതായി വന്നു. കഷ്ടിച്ച് വേദാധ്യയനവും ശാസ്ത്രവിദ്യകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ആളാണ് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകണം എന്നും പറഞ്ഞിട്ട് വന്നത്. അപ്പൊ സങ്കടായി. അത് കഴിഞ്ഞു യാഗരക്ഷയ്ക്ക് പോയി. യാഗരക്ഷയ്ക്ക് പോയി അവിടെയുള്ള താടക മുതലായിട്ടുള്ളവരെ എല്ലാം വധിച്ചു. അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. അതിനുശേഷം പോയി സീതാസ്വയംവരം. അപ്പൊ സന്തോഷായി. അത് കഴിഞ്ഞ് സീതാസ്വയംവരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പരശുരാമൻ എതിരെ വന്നു. അപ്പൊ ഒരു പരിഭ്രമം ഉണ്ടായി. വീണ്ടും ഇവിടെ വന്ന് സീതാസ്വയംവരം കഴിഞ്ഞ് സന്തോഷമായിട്ട് അയോധ്യയില് രാമനും സീതയും എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നാ നീ പട്ടാഭിഷേകം ആവാന്ന് പറഞ്ഞു. അതിനു വേണ്ട ഒരുക്കങ്ങളായി ആനന്ദമായിട്ട് ഇരിക്കുമ്പോഴാണ് പട്ടാഭിഷേകം മുടങ്ങണത്. അപ്പൊ സങ്കടായി. വീണ്ടും രാമൻ കാട്ടിലേക്ക് പോയി അവിടെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ചെയ്തു. രാക്ഷസ നിഗ്രഹം എല്ലാം ചെയ്തു. ആ രാക്ഷസന്റെ നിഗ്രഹം എല്ലാം ചെയ്ത് മുനിമാരൊക്കെ എല്ലാം സന്തോഷത്തിന് കൊടുത്തു. അങ്ങനെ രാമന് അയോധ്യയിൽ ഇരിക്കണേക്കാൾ സുഖമായിരുന്നു എന്നാണ് പറയണേ. രാമൻ സീതയോട് പറയുന്നുണ്ട്, അയോധ്യയിലുള്ളതിനേക്കാൾ സന്തോഷാണ് ഈ കാട്ടിലിരിക്കുമ്പോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ശൂർപ്പണഖ വരണത്. അപ്പൊ പ്രശ്നമായി. ശൂർപ്പണഖ വന്നു പോയി. അതിനുശേഷം രാവണൻ വന്നു. രാവണൻ വന്ന് എന്താ പറയാ, രാവണൻ വന്ന് സീതയെ കൊണ്ടുപോയി. ആകെ സങ്കടായി. സീത കയ്യിൽ നിന്ന് പോയി. അവിടെ മുഴുവനും സങ്കടപ്പെട്ട് കരഞ്ഞു ഓടി നടന്ന് സീതയെ അന്വേഷിച്ചു തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് ജടായുവിന് മുക്തി കൊടുത്തു. അതിനുശേഷം വാനര സൈന്യത്തിന് ശബരിക്ക് ഭക്തിയെ കൊടുത്തു. ശബരിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുത്തു. ശബരിയുടെ നിർദ്ദേശപ്രകാരം വാനരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അവരായിട്ട് സഖ്യം ചെയ്തു. ബാലി നിഗ്രഹം ഉണ്ടായി. സീതയെ അന്വേഷിക്കാനായിട്ട് ഹനുമാനെ നിയോഗിച്ചു. ഹനുമാൻ പോയി ലങ്കയിൽ പോയിട്ട് സീതാദേവിയെ കണ്ടു. സന്തോഷായി. അപ്പോ സീതാദേവിയെ കണ്ടു. വീണ്ടും ഇനി സീതയെ രക്ഷിക്കാനായിട്ട് പോണം. അവിടെ ചെന്നു, സേതുബന്ധനം നടത്തി. ലങ്കയിൽ ചെന്നു, രാവണാദികളെ വധിച്ചു. സീതയെ വീണ്ടെടുത്തു. സന്തോഷം. അപ്പൊ രാമൻ പറയണു, സീതയെ നീ ശുദ്ധയാണോ എന്നുള്ളത് എല്ലാവർക്കും തെളിയേണ്ടതുണ്ട്. അഗ്നിപരീക്ഷ വേണം. എല്ലാവർക്കും സങ്കടായി. കാരണം സീത അശുദ്ധയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തേ രാമൻ ഇങ്ങനെ തോന്നിയത് എന്നുള്ള ഒരു വിഷമം ഉള്ളിലുണ്ടായി. സീതയുടെ അഗ്നിശുദ്ധി കഴിഞ്ഞു. സീതയെയും കൊണ്ട് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകം നടത്തി സന്തോഷായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് സീതയെ വീണ്ടും ഉപേക്ഷിച്ചു. സീതയെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവിടെ വെച്ച് സീത വാൽമീകി ആശ്രമത്തിൽ ചെന്നു. ലവകുശന്മാർക്ക് ജന്മം നൽകി. ഇതെല്ലാം കഴിഞ്ഞ് ലവകുശന്മാര് അയോധ്യയിൽ വന്നിട്ട് രാമായണം പാടി കേൾപ്പിച്ചു. അപ്പോഴാണ് ഇത് തങ്ങളുടെ മക്കളാണെന്ന് മനസ്സിലായി. വീണ്ടും സീതയെ വരുത്തി ഒന്നുകൂടി അഗ്നിശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞപ്പോ സീതാദേവി പറഞ്ഞു, ഇനി ഞാൻ സത്യമുള്ളവളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മേ അവിടുന്ന് എന്നെ എടുത്തോളൂ എന്നും പറഞ്ഞ് സീതാദേവിയെ ആ ഭൂമി മാതാവ് വന്ന് കൊണ്ടുപോയി. അപ്പോഴും സങ്കടം വന്നു. പിന്നീട് ബാക്കി ഉള്ള ആ ആയുസ് രാജ്യം ഭരിച്ചു. സരയൂ നദിയിൽ പോയിട്ട് ലയിച്ച് ആ വൈകുണ്ഠത്തിലേക്ക്, സ്വധാമത്തിലേക്ക് ഭഗവാൻ അവതാരത്തിനെ പൂർത്തിയാക്കിക്കൊണ്ട് തിരിച്ചുപോയി. ഇതാണ് രാമായണം. നമുക്ക് ഈ രാമായണത്തിലേക്ക്
കയറാം. ഇനി ഒരു വാക്കുകൂടി പറയാം. എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തിരൂര് തൃക്കണ്ടിയൂർ എന്ന് പറയുന്ന ദേശത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഈ കിളിപ്പാട്ട് രൂപത്തില് നമ്മളെ പോലുള്ള സാധാരണ മലയാളികൾക്ക് ആ രാമതത്വത്തിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ കിളിപ്പാട്ടായിട്ട് അദ്ദേഹം രചിച്ചത്. ഇതിലൂടെ നാം എങ്ങനെ വേണം ജീവിക്കാൻ, ഏതൊരു പ്രതിസന്ധി വന്നാലും എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ രാമായണം കിളിപ്പാട്ട് രൂപത്തില് നമുക്ക് കാണിച്ചു തന്നത്, എഴുതി തന്നത്. ഈ രാമായണം വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ദിവസവും പാരായണം ചെയ്തിരുന്നതാണ്. ഇന്നത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും കർക്കിടക മാസത്തിൽ എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. രാമായണം വായിക്കാത്തവരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ രാമായണ ഗംഗയിലൂടെ ആ ശ്രീരാമപാദത്തിലേക്ക് നമ്മളെയും എത്തിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ രാമായണത്തിലേക്ക് കടക്കാം. എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ടാവും എന്ന് നിരീക്ഷിക്കുന്നു. ഒരുമിച്ച് പാരായണം ചെയ്തോളൂ. ഇന്ന് കുറച്ച് ഭാഗം നമുക്ക് പാരായണം ചെയ്ത് തുടങ്ങാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വതീ നമ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ, വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ, നടനം ചെയ്തേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ,
പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണചരിതമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടം കാമനാശനനുപാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മമ മകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ. ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന ജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതിപതി തദനു സാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാം. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിടുക വണ്ണമൻ നാവിന്മേലേവം ചൊൽവാൻ
നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടം ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജ്ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളിൻ ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നു കൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനൂതനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. രാമായണം തുടങ്ങണത് ഈശ്വരസ്തുതിയോട് കൂടിയിട്ടാണ്. ഏത് പുരാണം ഗ്രന്ഥം എടുത്താലും അവിടെ ഈശ്വരന്മാരെയും ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കാണാം. അതൊരു പുരാണത്തിൻ്റെ ലക്ഷണമാണ്. ഒരു പുരാണം എന്ന് പറയുമ്പോൾ അതിന് ഇന്ന ലക്ഷണങ്ങളോട് കൂടിയിട്ട് വേണം എന്നുണ്ട്. അതിൽപ്പെട്ടതാണ് തുടക്കം ഈശ്വരവന്ദനം, ഗുരുവന്ദനം. നമ്മളായാലും പതിവില്ലേ, ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിനു മുമ്പ് നമ്മളൊരു ഗണപതി ഹോമമൊക്കെ ചെയ്യും ഇല്ലേ? നമ്മൾ ഇഷ്ടദേവന്മാരെ വന്ദിക്കും, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കാര്യം തുടങ്ങുക. ഇത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ ഓരോ ഈശ്വരന്മാരെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ സ്തുതിക്കണേല്, ഇഷ്ടദേവതാ സ്തുതി എന്നുള്ളതിൽ എല്ലാവരെയും ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിഘ്നേശ്വരനെ നമസ്കരിച്ചു. അതിനുശേഷം ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ഈ ഒരു ഭഗവാൻ നമ്മളെ ഇത് വിഘ്നങ്ങളൊന്നും കൂടാതെ വേണ്ട വിധത്തില് അതിനെ എവിടെയാണോ എത്തിക്കേണ്ടത്, നമുക്ക് എന്ത് അനുഗ്രഹമാണോ തരേണ്ടത് അത് തരാനായിക്കൊണ്ട് ഗണനായകനെ ആദ്യം തന്നെ സ്മരിച്ചു. പിന്നീട് സരസ്വതി ദേവിയാണ് വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. സരസ്വതി ദേവിയെ വന്ദിച്ചു. ഒരു വിഷമവും കൂടാണ്ട് എൻ്റെ നാവിലിരുന്ന് അവിടുന്ന് വിളയാടണേ എന്ന് പ്രാർത്ഥിച്ചു. മഹാദേവനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ബ്രഹ്മാവിനെ, അതുപോലെ മറ്റ് ദേവന്മാരെ, എല്ലാ ഈശ്വരന്മാരെയും വന്ദിച്ചു. അതുപോരാ, ഈ അധ്യാത്മരാമായണം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. ആ വേദവ്യാസ മഹർഷിയെ എഴുത്തച്ഛൻ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്.
വൃഷ്ണിവംശത്തിൽ വന്നു. ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നുണ്ട്, മറന്നിട്ടില്ല. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. ഏറ്റവും വിശേഷത്തോടു കൂടി തന്നെ കൃഷ്ണ നീ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ പറയണതാണ് വിഷ്ണുജോദ്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ. ഇതില് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ നമുക്ക് ഒരുപാട് അർത്ഥം നമുക്ക് പദങ്ങളെ കണ്ടെത്താൻ സാധിക്കും. കാരണം എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. എത്ര എത്ര പദങ്ങളെ നമ്മൾ ഇതിന്റെ സാഹിത്യം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അറിയാൻ പറ്റും. അത്രയും നല്ലൊരു രചനയാണിത്. അത് വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. വ്യാസന്റെ മറ്റൊരു പേരാണ് കൃഷ്ണദ്വൈപായനൻ. അപ്പൊ അങ്ങനെയുള്ള ആ കൃഷ്ണനെയും ഞാൻ വന്ദിക്കുന്നു. പിന്നെ പറഞ്ഞു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരിക എപ്പോഴും വന്ദിക്കുന്നേൻ. ഈ രാമായണം വാൽമീകി മഹർഷി എഴുതാനുണ്ടായിട്ടുള്ള സന്ദർഭം അതെല്ലാവർക്കും അറിയാം. ആ വാൽമീകി രാമായണം എഴുതിയിട്ടുള്ള രാമകഥകളെ പറഞ്ഞു തന്നിട്ടുള്ള വാൽമീകിയെ, ആ ഗുരുനാഥനെ നമസ്കരിക്കുന്നു. പിന്നെ അങ്ങോട്ട് കാമദേവനെയും മഹാദേവനെയും പിന്നെ പാർവതീദേവിയെയും അങ്ങനെ ഓരോരുത്തരെയും നമസ്കരിച്ച് നമ്മളുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ എല്ലാം തീർത്തു തരണേ എന്ന് ഈ രാമായണം വായിക്കുന്നത് കഴിയുമ്പോഴേക്കെങ്കിലും നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ എന്ന് പറയുന്നുണ്ട്. ചേതോദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടി. ആ മനസ്സാകുന്ന കണ്ണാടിയെ അതിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കി വൃത്തിയാക്കി തരണേ, മനോമാലിന്യങ്ങളെ ഇല്ലാതാക്കി തരണേ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള എത്രയോ പ്രാർത്ഥനകളാണ് എഴുത്തച്ഛൻ ആദ്യം തന്നെ പറയണത്. ഇവിടെ ഗുരുഭൂതന്മാരെ നമസ്കരിക്കുന്നുണ്ട്, ബ്രാഹ്മണന്മാരെ നമസ്കരിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിനെ തന്നെ നമസ്കരിക്കുന്നുണ്ട്. ഈ ഇവിടെ കാണുന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാറ്റിനെയും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എഴുത്തച്ഛൻ ഈ രാമായണത്തിനെ എഴുതാനായിട്ട് രചിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇത് കിളിപ്പാട്ട് രൂപത്തിലാണ്. ഒരു തത്തയെ കൊണ്ട് ആണ് ഈ രാമായണം പാടിക്കുന്നത്. ഇതിൽ പറയണില്ലേ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ശാരിക പൈതലിനെ കൊണ്ടാണ് എഴുത്തച്ഛൻ ഈ രാമായണത്തിനെ പാടിക്കേൽപ്പിക്കുന്നത്. അതിനുശേഷം രാമായണത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നു. ഏതൊരു പുരാണം എടുത്താലും അതിനൊരു മഹാത്മ്യം പറയും. ഇപ്പൊ നമ്മൾ ഭാഗവതമൊക്കെ ഉണ്ടപ്പോ നമ്മൾ സപ്താഹമായിട്ടുള്ളപ്പോ ആദ്യത്തെ ദിവസം വൈകുന്നേരം മഹാത്മ്യം പറയും. എന്താണെന്ന് വെച്ചാൽ ആ പുരാണത്തിന്റെ മഹാത്മ്യം എന്താണ്, അത് ശ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണ്, അതിലെന്തെല്ലാമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനെ എങ്ങനെ വേണം നമ്മൾ സമീപിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ആ മഹാത്മ്യത്തിൽ പറയും. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തിനെ ചുരുക്കി പറഞ്ഞു കൊടുക്കും. എന്തിനാണ് ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്? ഗുരുക്കന്മാര് പറയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്തരം ഭഗവത് കാര്യങ്ങളായിക്കോട്ടെ മറ്റ് എന്ത് കാര്യങ്ങളായാലും അത് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരിലേക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ.
അപ്പോ ഇപ്പൊ കഥ പറയുമ്പോ ചെറുതായിട്ട് ചുരുക്കിയതേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്ന് പറയും. ഭാഗവതത്തിലൊക്കെ കൂടുതലും കാണാം. ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷി രാജാവിന് പറഞ്ഞു കൊടുക്കും, ഇന്ന മന്വന്തരത്തില് ഹരിയായി വന്നിട്ട് ഒരു ആനയെ ഭഗവാൻ രക്ഷിച്ചു, ഇത്രയേ പറയുള്ളൂ. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് പറയും, ആ ആനയായിട്ട് ആനയെ രക്ഷിച്ചുവോ, എന്നാ എനിക്കതൊന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയും. അങ്ങനെ ആ ശ്രോതാവിന് എത്രത്തോളം അതിനോടൊരു താല്പര്യമുണ്ടോ അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആചാര്യൻ ഇതിനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കഥകളെ ചുരുക്കി പറയുന്നത്. ഇതില് രാമായണ മഹാത്മ്യം എന്നുള്ളതിൽ പറയുന്നുണ്ട്, പണ്ട് ബ്രഹ്മാവ് ആണ് 100 കോടി ശ്ലോകങ്ങളുള്ള ഒരു രാമായണം രചിച്ചു അത്രേ ബ്രഹ്മാവ്. അതിന്ന് ഭൂമിയിൽ തന്നെ ഇല്ല. പിന്നെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു കാട്ടാളൻ. വാൽമീകി മഹർഷിയുടെ കഥ എല്ലാവർക്കും അറിയാം, എങ്കിലും രാമായണം പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കണു എന്ന് മാത്രം, സ്മരിക്കാതിരിക്കാൻ പാടില്ലല്ലോ. രത്നാകരൻ എന്ന് പറയുന്ന ഒരാള്, അയാളൊരു ബ്രാഹ്മണനായിരുന്നു. അയാൾ വേണ്ട വേദജ്ഞാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തേർന്ന ഒരാളാണ്. പക്ഷേ അയാളുടെ സംഘം ശരിയല്ലാത്തത് കൊണ്ട് കാട്ടാളന്മാരോട് കൂടി പിന്നെ അദ്ദേഹം പിടിച്ചു പറിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളെ എല്ലാം ചെയ്തുകൊണ്ട് ആ വനത്തില് എന്തൊക്കെ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യാൻ പാടുമോ അതൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ വസിച്ചേർന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സപ്തർഷികള് ആ വനത്തിലൂടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അവരെയും, കാട്ടാളന് എന്ത് സപ്തർഷികളെയും തടഞ്ഞു നിർത്തി. നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണം, ഞാൻ തട്ടിപ്പറിക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വധിക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, നീ പറയണത് ഞാൻ സമ്മതിക്കാം, പക്ഷേ നീ ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം എന്തിനാ നീ ഇത് ചെയ്യണേന്ന് ചോദിക്കും. അപ്പൊ പറയും, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് പറയും. അപ്പൊ പറയും, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിൽ പോയിട്ട് ചോദിക്ക്, നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപമാണ്, ഈ പാപത്തിന്റെ ഫലം അവര് അനുഭവിക്കുവോ കൂടുവോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് വരാൻ പറയും, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയും. അങ്ങനെ ഈ രത്നാകരൻ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യണത്, ഞാൻ അനുഭവിക്കുന്ന പാപത്തിന്റെ പങ്ക് നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ പങ്ക് അത് വേറൊരാളും വരില്ല, അത് അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് പറയും. ഇത് കേട്ടതോട് കൂടിയിട്ടാണ് ആ കാട്ടാളന് മനം മാറ്റമുണ്ടായി. സപ്തർഷികളെ വന്ന് നമസ്കരിച്ചു. എങ്ങനെയാണ് എനിക്ക് ഈ പാപത്തിൽ നിന്നൊരു മോചനം കിട്ടാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നിട്ട് രാമനാമം ജപിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ രാമ എന്ന് പറയാനൊന്നും അയാൾക്ക് പറ്റണില്ല. അപ്പൊ പറഞ്ഞു, 2 മരങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ മരം ഈ മരം എന്ന് പറയണ പോലെ മരാന്ന് പറയാൻ പറഞ്ഞു. അതങ്ങനെ എന്ന് പറഞ്ഞ് അത് രാമ എന്നായി. ഞങ്ങള് എന്നാണോ ഇതിലെ വരുന്നത് അതുവരെ ഇവിടെ ഇരുന്ന് ജപിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സപ്തർഷികൾ പോയി. രത്നാകരൻ അവിടെ ഇരുന്ന് ജപിച്ചു തുടങ്ങി. എത്രയോ കാലങ്ങൾക്ക് ശേഷം സപ്തർഷികള് ആ വഴിക്ക് വന്നപ്പോ ഈ രാമനാമം മാത്രം കേൾക്കുന്നുണ്ട്, എവിടുന്നാന്ന് മനസ്സിലാവണില്ല. അപ്പോഴാണ് അവിടെ ഒരു ചെതൽപ്പുറ്റ് കണ്ടത്. ആ ചെതൽപ്പുറ്റിലേക്ക് അവരുടെ കമണ്ടലൂലത്തെ ആ ജലം എടുത്ത് തളിച്ചതോട് കൂടിയിട്ട് ചെതൽപ്പുറ്റ് ഇല്ലാതായി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെതൽപ്പുറ്റിൽ നിന്ന് വന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് ഉണ്ടായത്. അങ്ങനെ ആ മഹർഷി ഈശ്വരൻ ഈ രാമനാമത്തെ ആശ്രയിച്ചുകൊണ്ട് മുക്തിപദത്തിലേക്ക് എത്തുന്ന കഥയാണ് പറയുന്നത്. അദ്ദേഹം ആ മോക്ഷമാർഗത്തിലേക്ക് എത്തി. അങ്ങനെയുള്ള ആ മഹർഷി എന്തു ചെയ്തു? നാരദ മഹർഷി വന്നിട്ട് വാൽമീകിക്ക്
രാമായണത്തിനെ ഉപദേശിച്ചു കൊടുത്തു. സരസ്വതി ദേവി വാൽമീകിയുടെ നാവിലിരുന്നു കൊണ്ട് ആ രാമായണത്തിനെ പറഞ്ഞു. ഇതൊക്കെ വാൽമീകിക്ക് പറ്റും. ഇത് നമ്മൾ വാൽമീകി രാമായണം അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അത് ആ കഥയിലേക്ക് പോണില്ല. ഇത് അപ്പൊ എഴുത്തച്ഛൻ പറയണേ, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനൊരു എഴുത്തച്ഛനാണ്. എനിക്ക് വേദാധ്യയനങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്കിത് അഭ്യസിക്കാൻ അർഹത ഉണ്ടോന്ന് പോലും അറിയില്ല. എനിക്കതൊന്നും അർഹതയില്ലാത്ത ആളാണ്. അങ്ങനത്തെ ഞാൻ ഒരു അധികാരി അല്ലാത്ത ഒരാള്, അധികാരമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണം. എന്നിട്ടാണ് ഈ രാമായണം ഉമാമഹേശ്വര സംവാദം എന്നുള്ള ആ ഒരു രൂപത്തില് രാമായണത്തിനെ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീരാമദേവന്റെ മഹത്വത്തിനെ ചുരുക്കി പറഞ്ഞു. ഈ കഥ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മാദികള് പാലാഴിയിൽ പോയി ഭക്തിപൂർവം സ്തുതിച്ചു. പ്രാർത്ഥിച്ചപ്പോ ആ യോഗനിദ്രയിലിരുന്ന അനന്തതൽപ്പത്തിൽ കിടന്നിരുന്നതായിട്ടുള്ള മഹാവിഷ്ണു രാമനായിട്ട് ഭൂമിയിൽ അവതാരമെടുത്തു, ദശരഥപുത്രനായിട്ട് സൂര്യവംശത്തില്. എന്നിട്ട് രാവണാദികളെ നിഗ്രഹിച്ച ശേഷം ആ പരബ്രഹ്മത്തിൽ ലയിച്ചു. അങ്ങനെയുള്ള ആ രാമന്റെ പാദങ്ങളില് ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാമായണ മഹാത്മ്യത്തിനെ അവിടെ വിവരിക്കുന്നത്. ഈ രാമായണം ഉമാമഹേശ്വര സംവാദമാണ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് വായിക്കാനുള്ളത്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഒരുപാട് സംഹിതകളുണ്ട്. ഒരുപാട് സംഹിതകളിലത്തെ ഒന്നാണ് ഉമാമഹേശ്വര സംഹിത എന്ന് പറയുന്നത്. വേദവ്യാസനാൽ വിരചിതമാണ് ബ്രഹ്മാണ്ഡ പുരാണം. അതിലത്തെ ഉമാമഹേശ്വര സംഹിത അതിലാണ് ഈ രാമായണ കഥയെ പറയണത്. ഏതൊരു ഇതുപോലെ തന്നെയാണ് പുരാണങ്ങളില് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സംവാദ രൂപത്തിലാണ് ഉണ്ടാവുക. അതൊരു പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പോൾ ഇതിലാണെങ്കിൽ ഉമാമഹേശ്വര സംവാദം എന്നാണ്. പാർവതി ദേവിക്ക് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ഭാഗവതത്തിലാണെങ്കിൽ ഒരുപാട് സംവാദമുണ്ട്. ഒരുപാട് സംവാദ രൂപത്തില് പറയുന്നുണ്ട്. ഓരോന്നും അത് വിതുര മൈത്രേയ സംവാദം, ആ സംവാദം, ഈ സംവാദം എന്നും പറഞ്ഞിട്ടാണ്. എന്തിനാണ് ഈ സംവാദ രൂപത്തില് എന്ന് ആലോചിച്ചപ്പോ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒന്നാണ്. അത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുള്ളത് പറയുകയാണ് കേട്ടോ. നമ്മള് ഒരു കാര്യം പറയുമ്പോ അതിനൊരു ആധികാരികത വേണ്ടേ? അപ്പോ നമ്മൾക്ക് മുന്നേ നടന്നവര്, ഗുരുക്കന്മാരായിട്ടുള്ളവര്, ആചാര്യന്മാരായിട്ടുള്ളവര്, അറിവുള്ളവര്, അവര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ആധികാരികത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഇന്ന ഗ്രന്ഥത്തില് ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അതിനെ കുറേയും കൂടി ഒരു മനസ്സിലാക്കാനും വിശ്വസിക്കാനും അതിനെ കൂടുതൽ പറ്റി ചിന്തിക്കാനും അവർക്ക് സാധിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാവാം ഈ ഒരു സംവാദ രൂപത്തില് ഓരോന്നിനെയും ഓരോ ഗ്രന്ഥങ്ങളിലും കാണുന്നത് എന്നാണ് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടി ഗുരുക്കന്മാരോടൊന്ന് ചോദിക്കണം, നിരീക്കുന്നുണ്ട്. അതാണോ എന്നുള്ളതൊന്ന് തീർച്ചപ്പെടുത്താൻ. എന്തായാലും ഇന്നത്തെ ഈ ഒരു രാമായണ മഹാത്മ്യം നമ്മളിന്ന് പാരായണം ചെയ്തു. ശനിയാഴ്ച നമുക്ക് ഉമാമഹേശ്വര സംവാദത്തിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ ഈ രാമായണം എല്ലാവരിലേക്കും എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം
ഇവിടെ സമർപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജയ് ശ്രീറാം. എനിക്കൊരു സംശയമുണ്ട്. എന്താ പറയൂ. അതെന്തായിരുന്നു, അതിന് പിന്നെ അതിന് കാട്ടിൽ പോകണ്ടല്ലോ, പിന്നെ രാമനും ലക്ഷ്മണനും സീതയും. അപ്പൊ രാവണൻ വേഷം കിട്ടി വരുന്നുണ്ടെന്ന് രാമനും ഈ മാൻ വന്നപ്പോ മനസ്സിലായി സീതയോട് പറയുന്നുണ്ട്, രാവണ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, അതിന് പോയിട്ട് ഒളിക്കുന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ രാമൻ അവിടുന്ന് സീതയുടെ ചരിത്രം സംശയിക്കും പറഞ്ഞിട്ട് അഗ്നിയെ സീതയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതെ, പക്ഷെ അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അത് ലക്ഷ്മണൻ പോലും അറിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവണൻ, അല്ല രാമൻ. അതെ അതെ, അന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇത് ലക്ഷ്മണൻ പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ പറയണത്, നീ അഗ്നിയിലേക്ക് പ്രവേശിച്ചോളൂ. പിന്നെ ഉള്ളത് മായാസീതയാണ്. ഇത് വാൽമീകി രാമായണത്തിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ നിന്ന്, ആ മായാ സീതയിൽ നിന്ന് യഥാർത്ഥ സീതയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അഗ്നി. പക്ഷെ അത് ചുറ്റുമുള്ളവർക്ക് അറിയില്ലല്ലോ, വേറെ ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ ലക്ഷ്മണന് തന്നെ അപ്പൊ ദേഷ്യം വരാനും സങ്കടം വരാനും കാരണം അതല്ലേ. കാരണം ഈ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പണിയെടുത്തത്. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുമ്പോ ആർക്കായാലും ഉണ്ടാവില്ലേ ഇത്. അപ്പൊ എന്താ വെച്ചാൽ അത് അവരോട് പക്ഷെ ആ നേരത്തെ പറയാൻ പറ്റില്ല. ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാവുന്നത് കൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്. ഇത് വാൽമീകി രാമായണത്തിലാണ് കൂടുതൽ പറയുന്നത്, ഇതിൽ അങ്ങനെ പറയണില്ല എന്നാണ് തോന്നുന്നത്. ചെറുതായിട്ട് അതതിൻ്റെ ഉള്ളിൽ. അത് ശരിയാണ്. അത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നമ്മളെ ഒരു ക്ലാസ് എന്നുള്ളത് നിരീക്കണ്ട കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് തമ്മിൽ ഇതൊരു എന്താ പറയാ ചർച്ച പോലെ സത്സംഗമായിട്ട് ഇതാവുമ്പോഴാണ് ഇതിന് കൂടുതൽ ഒരു സന്തോഷവും സുഖമൊക്കെ കിട്ടാന്ന്. കാരണം ഇപ്പൊ എനിക്ക് വലിയ വിവരമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തരും പറയുമ്പോ എനിക്കും എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടൂലോ. അപ്പൊ അതിനനുസരിച്ച് ഇതൊരു സത്സംഗമായിട്ട് പോവാം എന്നുള്ളൊരു ചിന്ത കൂടി ഉള്ളിലുണ്ട്. പറഞ്ഞോളൂ, മടിക്കണ്ട. ഇത് നമ്മൾ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആരായാലും. ആരാദ്യം പറയണം എന്നാണോ ചിന്തിക്കണേ? മ്യൂട്ട് ആര് കളയണം? എന്നാ ഞാൻ പേര് വിളിക്കാം, വേണോ? ഹാജർ എടുക്കണ പോലെ, കുട്ടികളുടെ ഹാജർ എടുക്കണ പോലെ. എന്നാൽ നമുക്ക് ഇന്നത്തെ പറഞ്ഞോളൂ. അതെ, നമുക്ക് ഒരു 4 വരിയെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്ഷരസ്ഫുടത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുമോ? അത് ഞാൻ ഇന്നിപ്പോ ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഇനിയുള്ളത് മുതലേ ഓരോരുത്തരെ കൊണ്ടും വായിപ്പിക്കും. വായിപ്പിക്ക നിർബന്ധപൂർവമല്ല, താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് പറയാം, അങ്ങനെയുള്ളൂ. ആരും നിർബന്ധപൂർവം. നല്ല കാര്യമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, അത് താല്പര്യമുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഇടണ നേരത്തെ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ആൾക്കാർ ഇപ്പൊ എത്ര ആളാച്ചാൽ അതിനനുസരിച്ച് ഒന്നാണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാലോ. ഇത്ര വരി മുതൽ ഇത്ര വരി വരെ വായിച്ചോളൂ എന്ന് പറയാലോ. നല്ല കാര്യമാണ്. ഇന്നിപ്പോ ഞാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ നിരീക്ഷേക്കണേ. അപ്പൊ എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ. നല്ല കാര്യാ കേട്ടോ. അപ്പൊ ശരി. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം,
നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചി വന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. കായേന വാചാ മനസിന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാൽ